എത്രയും ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ, കൂടി വന്നിരിക്കുന്ന ഇതേപോലെ ഒരു അവസരത്തിൽ കഴിഞ്ഞ വർഷം ഞാൻ നിങ്ങളോട് സംസാരിച്ചത് യേശുക്രിസ്തു സ്ത്രീകളെ എപ്രകാരമാണ് ആദരിച്ചത് എന്നത് ബൈബിളിൻ്റെ വിവിധങ്ങളായ സന്ദർഭങ്ങളെ അടിസ്ഥാനമാക്കിയാണ് എന്നുള്ള കാര്യം നിങ്ങൾ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാകും. അതുകൊണ്ട് ഈ തവണ എൻ്റെ ഈ സന്ദേശം പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്കറിയാം, യേശുക്രിസ്തുവിൻ്റെ സ്വത്വം എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ്. ക്രിസ്തു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു. ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഈ പ്രസംഗത്തിൻ്റെ പേര് ക്രിസ്തു എന്ന പിതാവ് എന്നാണ്. മർക്കോസിൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ സമാരംഭം എന്നാണ്. അതുപോലെ തന്നെ വിവിധ സന്ദർഭങ്ങളിലും നാം പഠിച്ചിട്ടുള്ളത് ക്രിസ്തു ദൈവപുത്രനാണ് എന്നാണ്. എന്നാൽ എൻ്റെ പ്രസംഗ വിഷയം ക്രിസ്തു എന്ന പിതാവ് എന്നാണ്. ക്രിസ്തു എന്ന പിതാവ് തൻ്റെ ഭൗതിക തലത്തിൽ, ഒരു വ്യക്തി എന്ന തലത്തിൽ ഈ പുരുഷന്മാർക്ക്, പിതാക്കന്മാർക്ക് എപ്രകാരം മാതൃകയായിരിക്കുന്നു. ക്രിസ്തു എന്ന ദൈവം തൻ്റെ പിതാവാം ദൈവത്തെ എങ്ങനെ ദൃഷ്ടാന്തപ്പെടുത്തുന്നു. ഇങ്ങനെ രണ്ട് തലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ പ്രസംഗം രൂപീകരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവമായ പിതാവിൻ്റെ തൻ്റെ മക്കളോടുള്ളതായ സമീപനം എപ്രകാരമാണ് എന്ന് യേശുക്രിസ്തുവിൻ്റെ ദൈവികമായ ആ സത്വം വെളിപ്പെടുത്തുന്നു. അതേസമയം തന്നെ മാതാപിതാക്കളായ നമ്മളുടെ മക്കളോട് എപ്രകാരം പ്രവർത്തിക്കണം എന്ന് യേശുക്രിസ്തുവിൻ്റെ ആ മനുഷ്യൻ എന്നുള്ളതായ മൂല്യം എങ്ങനെ വെളിപ്പെടുത്തുന്നു. ഇങ്ങനെ രണ്ട് തലത്തിൽ യേശുക്രിസ്തുവിനെ വിശദീകരിക്കുവാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് എൻ്റെ ഈ പ്രസംഗത്തിന് ക്രിസ്തു എന്ന പിതാവ് എന്ന് ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, നമ്മളെല്ലാവരും മാതാപിതാക്കന്മാർ ആയിരിക്കുന്നത് പാരൻറ്റിങ് എങ്ങനെ ആയിരിക്കണം എന്ന് പഠിച്ചിട്ടല്ല. കുട്ടികളെ വളർത്തുക എന്ന് പറയുന്നത് വളരെയധികം പ്രയാസമേറിയ ദുഷ്കരമായ ഒരു പ്രവൃത്തിയാണ്. പക്ഷെ നമ്മളാരും അതൊരു കോളേജിലും പോയി പഠിച്ചിട്ടല്ല മക്കളെ വളർത്തുന്നത്. ബാഡ് പാരൻറ്റിങ് എന്ന് പറയുന്ന ഒരു സമീക്ഷ തന്നെയുണ്ട്. 1995 പുറത്തിറങ്ങിയതായ ഒരു സിനിമ ബാഡ് പാരൻറ്റിങ്ങിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ്. ഒരു പിതാവ് എങ്ങനെയാണ് തൻ്റെ മകനെ വളർത്തി വഷളനും ദുർമാർഗിയുമാക്കി തീർത്തത് എന്നാണ് ആ സിനിമയിൽ പറയുന്നത്. ആ പിതാവ് ചാക്കോ മാഷ് ഒരു സ്കൂളിലെ അധ്യാപകനും അവിടുത്തെ ഹെഡ് മാസ്റ്ററുമായിരുന്നു. ആ സ്കൂളിലെ തന്നെ വിദ്യാർത്ഥിയാണ് അദ്ദേഹത്തിൻ്റെ മകൻ. അദ്ദേഹം ഒരു കണക്കധ്യാപകനായിരുന്നു. ഭൂഗോളത്തിൻ്റെ സ്പന്ദനം മാത്തമാറ്റിക്സിലാണ് എന്ന് വിശ്വസിക്കുകയും തൻ്റെ വിദ്യാർത്ഥികൾ കണക്കിൽ അതീവ താല്പര്യമുള്ളവരുമായിരിക്കണം എന്ന ചിന്താഗതിയായിരുന്നു അദ്ദേഹത്തിന്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മകനാകട്ടെ ടെക്നിക്കലായിട്ടുള്ള സൈഡിലായിരുന്നു താല്പര്യം. തൻ്റെ സ്കൂളിലേക്ക് ഒരു യന്ത്രമണി അയാൾ രൂപകൽപ്പന ചെയ്തു. പൽചക്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ മണിയിൽ ഒരു കൈ വന്ന് സമയമാകുമ്പോൾ ഇങ്ങനെ അടിക്കുന്ന ഒരു യന്ത്രമണി. ആ യന്ത്രമണി കാണുവാനായിട്ട് ആ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാവരും കൂടുകയും അവൻ്റെ ആ കണ്ടുപിടുത്തത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തപ്പോഴാണ് ഈ ശബ്ദം കേട്ടുകൊണ്ട് ക്രുദ്ധനായ ആ ഹെഡ് മാസ്റ്റർ അവിടേക്ക് വരികയും ആ യന്ത്രമണി ആ തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട്
തൻ്റെ മകനെ ചെവിക്ക് പിടിച്ച് ക്ലാസ്സിലേക്ക് കൊണ്ടുപോവുകയും ദ്വിമാന സമവാക്യത്തിൻ്റെ സാമാന്യ രൂപം എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് അത് പറയുവാൻ വിഷണ്ണനായി നിൽക്കുന്നതായ വിദ്യാർത്ഥിയെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അപമാനിക്കുകയും ഭർസിക്കുകയും ക്ലാസ്സിൽ നിന്ന് പുറത്ത് ആക്കുകയും കല്ലുപ്പിൽ നിർത്തിക്കൊണ്ട് മറ്റെല്ലാവരുടെയും മുമ്പിൽ വെച്ച് അപമാനിക്കുകയും ചെയ്തു. അന്ന് ആ വീട്ടിൽ നിന്നിറങ്ങിയതായ ആ കുട്ടി ഒരു വലിയ ആഭാസനും ഒരു ദുർമാർഗിയും ഒരു റൗഡിയുമായി തീരുന്നതായ ഒരു സിനിമയാണ് 1995 ഇറങ്ങിയതായ സ്ഫടികം എന്ന് പറയുന്ന സിനിമ. ബാഡ് പാരൻറ്റിങ്ങിൻ്റെ ഏറ്റവും ഉത്തമമായ മാതൃകയാണ് ഇത്. നമുക്കറിയാം, നമ്മുടെ കുട്ടികളെ അവരിലുള്ളതായ ചെറിയ ചെറിയ കഴിവുകളെ നാം പ്രോത്സാഹിപ്പിക്കുകയും അവരെ സമൂഹത്തിന് ഉപയുക്തമാവുന്ന രീതിയിൽ വളർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു പിതാവിൻ്റെ അല്ലെങ്കിൽ ഒരു മാതാവിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. ഒരു കൊച്ചുകുട്ടി നടക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അവന് ആ ഇമോഷണൽ നീഡ് ആവശ്യമാണ്. 2 അടി നടന്നതിന് ശേഷം അവൻ പിറകിലേക്ക് തിരിഞ്ഞു നോക്കും. അപ്പോൾ അവിടെ നിന്ന് കൈകൊട്ടുന്ന ആ അമ്മയുടെ ആ ഒരു പ്രചോദനത്തിൽ നിന്നാണ് പിന്നീട് ആ കുട്ടി മുൻപോട്ടേക്ക് നടക്കുന്നത്. അങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും ഇത്തരത്തിലുള്ള ഒരു ഇമോഷണൽ നീഡ് അഥവാ ആ ഒരു ഇൻസ്പിറേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഭാര്യയാകട്ടെ, മക്കളാകട്ടെ, നമ്മുടെ മാതാപിതാക്കളാകട്ടെ, എല്ലാവർക്കും ഈ ഇമോഷണൽ നീഡ് അഥവാ അപ്രീസിയേഷൻ ആവശ്യമുണ്ട്. ഈസ്റ്ററിന് ഒരു നല്ല കറി ഉണ്ടാക്കി ഭർത്താവിൻ്റെ മുമ്പിൽ വിളമ്പിക്കഴിഞ്ഞിട്ട് ഭാര്യ ചുറ്റുവട്ടത്തും കിടന്ന് ഇങ്ങനെ വട്ടം തിരിയും. എന്തിനാണെന്നറിയാമോ? ആ കറി എങ്ങനെയുണ്ട് എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ഭർത്താവ് ആ പ്ലേറ്റിൽ നിന്ന് മുഖമുയർത്തി ഇത് നല്ലതാണെന്നുള്ളൊരു വാചകം പറയില്ല. അവസാനം ഭാര്യ ചോദിക്കും, ഇന്നത്തെ ചിക്കൻ കറി എങ്ങനെയുണ്ട്? ഞാൻ ഇൻസ്റ്റാഗ്രാം നോക്കി വെച്ചതാണ്. ഭർത്താവ് മുഖം ഉയർത്താതെ മുക്കിയും മൂളിയും പറയും, കുഴപ്പമില്ല. ഈ കുഴപ്പം ഇല്ല എന്ന് പറയുന്നതിൽ തന്നെ ഒരു കുഴപ്പമുണ്ട്. തരക്കേടില്ല എന്ന് പറയുന്നതിലും ഒരു കുഴപ്പമുണ്ട്. അതെല്ലാം നെഗറ്റീവായിട്ടുള്ള വാക്കുകളാണ്. ഒരു കാരണവശാലും ഭർത്താക്കന്മാർ ഈ കറി നല്ലതാണ്, അതല്ലെങ്കിൽ ഇത് വളരെ നന്നായിട്ടുണ്ട് എന്ന് ഒരു വാചകം പറയില്ല. അവളുടെ കൈ പിടിച്ച് നാട്ടിലേക്ക് അടുപ്പിച്ച് മണത്ത് നോക്കിയിട്ട് ഈ ചിക്കൻ കറിയേക്കായും നല്ല മസാല നിൻ്റെ കൈക്കാണ് എന്ന് പറയാൻ കഴിയുന്ന എത്ര ആണുങ്ങളുണ്ട്? ഒരൊറ്റ ആണിനും കഴിയില്ല, ഇൻക്ലൂഡിങ് മൈസെൽഫ്. അത്രയധികം ഈഗോ നിറഞ്ഞതായ ഒരു മാനസിക വ്യാപാരമാണ്. നാം താഴ്ത്തപ്പെടുമോ, അതല്ലെങ്കിൽ സമൂഹത്തിൽ എൻ്റെ പ്രാധാന്യം കുറയുമോ, വീട്ടിൽ എൻ്റെ പ്രാധാന്യം കുറയുമോ എന്നുള്ളതായ ഒരു മിഥ്യാധാരണ എല്ലാ ആണുങ്ങളെയും വലയം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോർത്തു പിടിക്കുന്ന കരങ്ങളെക്കാൾ ചേർത്ത് പിടിക്കുന്ന ഹൃദയങ്ങളിലാണ് ആത്മാർത്ഥതയുള്ളത് എന്ന് നാം പലപ്പോഴും വിസ്മരിച്ചു പോകുന്നു. അവിടെയാണ് ക്രിസ്തു എന്ന പിതാവ് പുരുഷന്മാർക്ക് മാതൃകയാകുന്നത്. അദ്ദേഹം പബ്ലിക്കായിട്ട് നടക്കുന്നതായ പല പല സ്പീച്ചുകളിലും കേവലം കൃമികൾ ആയ അല്ലെങ്കിൽ കീടങ്ങളായ മനുഷ്യരുടെ ചില പ്രവൃത്തികളെ, അതല്ല എങ്കിൽ അവരുടെ സംസാരങ്ങളെ എത്ര മനോഹരമായിട്ടാണ് പ്രകീർത്തിക്കുകയും അപ്രീസിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഇതാ സാക്ഷാൽ ഇസ്രായേല്യൻ എന്ന് പറയുന്നത് ആരോടാണ്? നഥാലിയേലിനോടാണ്. പിന്നീട് തന്നെ യുക്തിയിൽ തോൽപ്പിച്ചതായ ഒരു സ്ത്രീയോട് യേശുക്രിസ്തു പറയുന്നു, സ്ത്രീയെ നിൻ്റെ വിശ്വാസം വളരെ വലുത്. ആ സന്ദർഭം ആലോചിക്കുക. തൻ്റെ കുട്ടിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് കാനാന്യക്കാരിയായ ആ സ്ത്രീ യേശുക്രിസ്തുവിൻ്റെ മുൻപാകെ വരുന്നത്. യേശുക്രിസ്തു അതിന് അവളെ ഒട്ടും പ്രോത്സാഹിപ്പിക്കാത്ത ഒരു മറുപടിയാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? കുട്ടികൾക്കായി കരുതി വച്ചിരിക്കുന്ന അപ്പം നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാറില്ലല്ലോ എന്ന്. അതിന് തികച്ചും യുക്തിഭദ്രമായ ഒരു മറുപടിയിലൂടെ യേശുക്രിസ്തുവിനെ പബ്ലിക്കായിട്ട് മിണ്ടാട്ടം മുട്ടിക്കുമ്പോൾ യേശുക്രിസ്തു ഒട്ടും ഈഗോ ഇല്ലാതെ പറയുകയാണ്, സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലുത്. ഇത്തരത്തിൽ പരസ്യമായിട്ട് യുക്തിഭദ്രമായിട്ട് നമ്മെ തോൽപ്പിക്കുമ്പോൾ നമ്മളുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്ന് നാം ആലോചിച്ച് നോക്കണം.
ഇവിടെയാണ് യേശുക്രിസ്തു പുരുഷന്മാരായ അല്ലെങ്കിൽ മാതാപിതാക്കളായ നമ്മൾക്ക് മാതൃകയായിത്തീരുന്നത്. മറ്റൊരവസരത്തിൽ യേശുക്രിസ്തു പറയുകയാണ്, ഇസ്രായേലിൽ കൂടി ഇത്രയും വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ആരോടാണ് പറയുന്നത്? അത് പറയുന്നത് ഒരു പരീശനോടാണ്. മറ്റൊരവസരത്തിൽ സ്ത്രീകൾക്ക് ഈ ലോകത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ അപ്രീസിയേഷൻ നൽകുകയാണ്. അതൊരു വീട്ടിൽ വച്ചിട്ടാണ്. യേശുക്രിസ്തു പറയുന്നു, ലോകമെമ്പാടും സുവിശേഷമുള്ള കാലമൊക്കെയും ഇവളുടെ ഈ പ്രവൃത്തി ഇവളും പ്രഘോഷിപ്പിക്കപ്പെടും. അതാരോടാണ് പറഞ്ഞത്? അത് യേശുക്രിസ്തുവിനെ നറുദീൻ തൈലം കൊണ്ട് പൂശിയതായ സ്ത്രീയെക്കുറിച്ച് പറയുകയാണ്. ഇത്രയും വലിയ ഒരു അപ്രീസിയേഷൻ ലോകത്തിൽ ആർക്കും വേറെ ആരും നൽകിയിട്ടില്ല. അത്രയധികം തൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവരോടും തന്നെ കാണാൻ വരുന്നവരോടും ചേർത്ത് നിൽക്കുകയും അവരെ അപ്രീസിയേറ്റ് ചെയ്യുകയും അവരെ ഇൻസ്പയർ ചെയ്യുകയും ചെയ്തതായ യേശുക്രിസ്തു ഒരു വ്യക്തി എന്ന നിലയിൽ മാതാപിതാക്കന്മാരായ നമുക്ക് മാതൃകയാണ്. യേശുക്രിസ്തുവിൻ്റെ ആ അപ്രീസിയേഷൻ്റെ പാറ്റേൺ ശ്രദ്ധിക്കുക. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് ഡയറക്റ്റ് ടു ദ പേഴ്സൺ. എപ്പോഴും നമ്മളൊരു അപ്രീസിയേഷൻ നൽകുമ്പോൾ അത് ആ വ്യക്തിയോടായിരിക്കണം. പലപ്പോഴും നമ്മളെന്താണ് ചെയ്യുക? ഒരു കാര്യം നല്ലതാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ ആളോട് പറയും, ആൾ കൊള്ളാട്ടോ. അപ്പോൾ മറ്റവൻ പറയും, ആളൊക്കെ കൊള്ളാം, പക്ഷെ അവനത്തിരി തലക്കണ്ണം കൂടുതലാണ്. ഇതാണ് നമ്മളുടെ മനോഭാവം. നമ്മൾ പരിഹസിച്ച് മാറ്റി നിർത്തിയവരാണ് ഇതിഹാസങ്ങൾ കൊണ്ട് പിന്നീട് ചരിത്രം സൃഷ്ടിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. നമ്മൾ പറയാനുള്ളത് ആ വ്യക്തിയോട് നേരിട്ട് പറയണം, അല്ലാതെ അയാൾ മരിക്കുന്നത് വരെ കാത്തിരിക്കരുത്. പലപ്പോഴും നമ്മൾ അങ്ങനെയാണ്, മരിച്ചു കഴിയുമ്പോൾ നല്ല വാചകങ്ങൾ പിന്നീട് പറയാനായിട്ട് കരുതി വയ്ക്കും. സോ യേശുക്രിസ്തുവിൻ്റെ പാറ്റേണിൽ ഒന്നാമത്തേത് ഇറ്റ് ഈസ് ഡയറക്റ്റ്. രണ്ടാമത്തേത് എന്താണ്? ഇറ്റ് ഈസ് ഓപ്പൺ. പബ്ലിക്കായിട്ടാണ് പറയുന്നത്, ഒരിക്കലും രഹസ്യത്തിലല്ല. So when you praise a person, it should be in public. When you punish, it should be private. നമ്മൾ ഒരാളെ പ്രകീർത്തിക്കുമ്പോൾ അത് പരസ്യമായിട്ടും ശാസിക്കുമ്പോൾ അത് രഹസ്യമായിട്ടുമായിരിക്കണം. യേശുക്രിസ്തു ജനങ്ങളുടെ മധ്യത്തിൽ വെച്ചാണ് തൻ്റെ സമൂഹത്തെ അല്ലെങ്കിൽ തൻ്റെ കൂടെയുള്ളവരെ പ്രശംസിച്ചത്. മൂന്നാമത്തെ കാര്യം, അത് സ്പോണ്ടേനിയസ് ആയിരുന്നു. സ്പോണ്ടേനിയസ്, ഇമ്മീഡിയറ്റ്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അത് നാച്ചുറൽ ഔട്ട്ഫ്ലോ ഓഫ് ദ ഹേർട്ട്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു പ്രതിസ്പന്ദനമായിട്ട് മാറും. ഒരിക്കലും നാം പിന്നീട് നമ്മുടെ അപ്രീസിയേഷനുകൾ അല്ലെങ്കിൽ നമ്മുടെ പ്രശംസകൾ അത് പിന്നീടത്തേക്ക് മാറ്റിവെക്കരുത്. ഇറ്റ് ഈസ് ദ താങ്ക്ഫുൾനെസ് ഓഫ് അവർ ഹേർട്ട്. അങ്ങനെ നമുക്ക് ഒരു മനുഷ്യനെ നമ്മളുടെ വിരലുകൾ കൊണ്ട് ശരീരത്തിൽ തൊടാനാകുന്നത് പോലെ നമുക്ക് വാക്കുകൾ കൊണ്ട് മനുഷ്യരുടെ ഹൃദയത്തെ തൊടുവാനായിട്ട് സാധിക്കും. യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ തൻ്റെ കൂടെയുള്ളവരുടെ ഹൃദയത്തെ തൊടുവാനായിട്ട് കഴിഞ്ഞതുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായത്. അങ്ങനെ നമ്മുടെ മക്കളായിക്കൊള്ളട്ടെ, നമ്മളുടെ മാതാപിതാക്കളായിക്കൊള്ളട്ടെ, നമ്മളുടെ കൂടെ പ്രവർത്തിക്കുന്നവരായിക്കൊള്ളട്ടെ, അവരുടെ ആത്മാവിനെ തൊടുന്ന രീതിയിൽ സംസാരിക്കുവാനും അവരുടെ ആത്മാഭിമാനത്തെ ഉയർത്തുവാനും അങ്ങനെ ഒരു വലിയൊരു ഡിറ്റർമിനേഷനിലേക്ക് നയിക്കുകയും ചെയ്യുവാൻ സാധിക്കുകയാണെങ്കിൽ നമ്മളുടെ മക്കളെ നല്ല രീതിയിൽ വളർത്തുവാനായിട്ടും അവരെ സമൂഹത്തിന് പ്രയോജകീഭവിക്കുവാനായിട്ടും സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ യേശു എന്ന വ്യക്തി എന്ന തലത്തിൽ നിന്നും ഈ നാണയത്തിൻ്റെ മറ്റേ വശത്തേക്ക് കടക്കുകയാണ്. അവിടെ യേശു പ്രതിദാനം ചെയ്യുന്നത് പൂർണ്ണ ദൈവം എന്നുള്ള രീതിയിലാണ്. പൂർണ്ണനായ ദൈവം ആരെയാണ് പ്രതിനിധീകരിക്കുന്നത്? പിതാവാം ദൈവത്തെ പ്രതിനിധീകരിക്കുന്നു. പിതാവായ ദൈവം ഈ മനുഷ്യരായ നമ്മളോടുള്ളതായ മനോഭാവം എപ്രകാരമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കണ്ണാടിയാണ് യേശുക്രിസ്തുവിൻ്റെ ദൈവ സ്വഭാവം എന്ന് പറയുന്നത്. അതിന് യേശുക്രിസ്തു വളരെ വിഖ്യാതമായ ഒരു ഉപമ പറയുന്നുണ്ട്. പിതാവാം ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് വിളിക്കുന്ന വേലക്കാരുടെ ഒരു കഥയാണത്. പല സമയത്തായിട്ട് വിളിക്കുന്നതായ വേലക്കാർക്ക് കൂലിയായിട്ട് കൊടുക്കുന്നത് ഓരോ ദീനോറ തന്നെയാണ്. ആ കഥ നിങ്ങൾക്കേവർക്കും സുപരിചിതമാണ്. എങ്കിൽ കൂടിയും വളരെ സമൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ഞാൻ നാടൻ ഭാഷയിൽ പറയാം. എൻ്റെ പറമ്പിലേക്ക് ഞാൻ പണിക്കാരെ വിളിക്കുകയാണ്. ഇവിടെ തമിഴന്മാരെയാണ് പണിക്കായിട്ട് നമ്മൾ വിളിക്കുന്നത്, നമുക്കറിയാം.
കവരപ്പറമ്പിൽ ചെന്നാൽ പണിക്കാരെ കിട്ടും. ഞാൻ കാലത്ത് 7 മണിക്ക് എൻ്റെ മോട്ടോർ സൈക്കിളിൽ കവരപ്പറമ്പിൽ ചെന്ന് ഒരു തമിഴനെ എൻ്റെ വീട്ടിലെ പറമ്പിൽ ജോലിക്കായിട്ട് വിളിക്കുന്നു. അദ്ദേഹം തൂമ്പയുമായിട്ട് എൻ്റെ ബൈക്കിൽ കയറുമ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചു, എത്രയാ കൂലി? കാരണം അവർ ഓരോ മാസവും കൂലി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചേട്ടാ 800 രൂപയും ശാപ്പാടും. ഞാനും സമ്മതിച്ചു, 800 രൂപയും 2 നേരം ശാപ്പാടും. അദ്ദേഹത്തെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയി പറമ്പ് കാണിച്ചു കൊടുത്തു. അദ്ദേഹം ആത്മാർത്ഥമായിട്ട് പണിതു. കാലത്ത് 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് പണി. അതായത് 8 മണിക്കൂർ ജോലി. 8 മണിക്കൂർ ജോലിക്ക് 800 രൂപ കൂലി. ഉച്ചയായപ്പോഴും പണി തീരുന്നില്ല. ഞാൻ ഉച്ചയായി കഴിഞ്ഞപ്പോൾ വീണ്ടും ബൈക്കും എടുത്ത് അവർ താമസിക്കുന്ന ഒരു സ്ഥലത്തുണ്ട്. അവിടെ ചെന്നപ്പോൾ ഒരു തമിഴൻ അവിടെ ബീഡിയും വലിച്ചിരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു, ചേട്ടാ പണിക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, പോരെ. അദ്ദേഹത്തെ ഞാൻ വണ്ടിയിൽ കയറ്റി. അദ്ദേഹത്തോട് കൂലിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല, കാരണം ഉച്ചയ്ക്കാണ് ഞാൻ പണിക്ക് കൊണ്ടുപോകുന്നത്. അദ്ദേഹവും പറമ്പിൽ വന്നു, നന്നായിട്ട് പണിയെടുത്തു. അതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ പണി തീരുന്നില്ല. വൈകിട്ട് 4 മണിയായി. ഇനി 1 മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. ആ 4 മണി നേരത്ത് ഞാൻ വീണ്ടും ആ ലയത്തിലേക്ക് ചെന്നു. അപ്പോൾ അവിടെ ഒരു തമിഴൻ കിടന്നുറങ്ങുകയാണ്. ഞാൻ അയാളെ തട്ടി വിളിച്ചു, ചേട്ടാ പണിക്ക് വരാമോ? അപ്പോൾ അയാൾ സന്തോഷത്തോടെ ആ തോർത്തും തലയിൽ കെട്ടി ആ മമ്മട്ടിയും എടുത്തുകൊണ്ട് എൻ്റെ ബൈക്കിൽ കയറി. അദ്ദേഹവും എൻ്റെ കൂടെ വന്നു. അദ്ദേഹത്തോടും ഞാൻ കൂലി പറഞ്ഞില്ല. വൈകിട്ട് 5 മണിയായി. 2 പേരും മുഖവും കഴുകി നന്നായിട്ട് കുളിച്ച് കൂലിക്കായിട്ട് എൻ്റെ മുമ്പിൽ വന്നു. 4 മണിക്ക് പണിക്ക് ഇറങ്ങി 1 മണിക്കൂർ പണിതവൻ ആദ്യം വിളിച്ചു. അദ്ദേഹം വിചാരിക്കുന്നത് 8 തുക, അതായത് 100 രൂപ എനിക്ക് കിട്ടും എന്ന പ്രതീക്ഷയാണ്. ഞാൻ അവൻ്റെ വെള്ളക്കയ്യിൽ 800 രൂപ വെച്ചു കൊടുത്തു. അവൻ വളരെ സന്തോഷമായി. വണക്കമയ്യ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോയി. ഇത് കണ്ടു നിന്ന് രണ്ടാമത് ഉച്ചയ്ക്ക് വന്നയാൾ, അദ്ദേഹത്തിന് ന്യായമായി കിട്ടേണ്ട കൂലി 400 രൂപയാണ്. അദ്ദേഹം വന്നു. അദ്ദേഹത്തിനും ഞാൻ എടുത്തു കൊടുത്തു 800 രൂപ. അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി വണക്കമയ്യ എന്ന് പറഞ്ഞ് എന്നെ ഒന്ന് തൊഴുതുകൊണ്ട് പോയി. ഇത് കണ്ടു നിന്ന മൂന്നാമത്തെ ആവാണ്. അയാൾ കാലത്ത് 8 മണി മുതൽ പണിതതാണ്. ഇയാൾ കൊള്ളാമല്ലോ, ഇയാൾക്ക് പണിക്ക് കൂലി കൊടുക്കാൻ അറിയില്ലെന്ന് വിചാരിക്കണം. എനിക്ക് എന്തായാലും ഒരു 2000 രൂപ കിട്ടും എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ചാടിത്തുള്ളി സന്തോഷത്തോടു കൂടി വന്നു. അയാൾക്ക് ഞാൻ കൊടുത്തു 800 രൂപ. അയാളുടെ മുഖം വലിഞ്ഞു മുറുകി, കണ്ണുകളൊക്കെ ഒരു പ്രത്യേക ഭാഗത്തോടെ എന്നെ നോക്കി. എന്നിട്ട് പറഞ്ഞു, എന്നയ്യ ഇത് എന്താ മാതിരി കൂലി? എനിക്ക് 800 അവർ തന്നെ 800 കൊടുത്തത്. അപ്പം ഞാൻ പറഞ്ഞു, നിന്നെ ഞാൻ പണിക്ക് വിളിച്ചപ്പോൾ എത്ര രൂപ തരാമെന്നാണ് പറഞ്ഞിരുന്നത്? 800 രൂപ. ആ 800 രൂപ ഞാൻ നിനക്ക് തന്നില്ലേ? അത് തന്നു. പക്ഷേ അവൻ്റെ പരാതി ഇതാണ്, 1 മണിക്കൂർ പണിതവനോട് തുല്യമായി എന്നെയും കണക്കാക്കി. 4 മണിക്കൂർ പണിതവനോടും ഈ 8 മണിക്കൂർ പണിത ആളെ തുല്യനാക്കി. അതെൻ്റെ പരിഭവമാണ് അയാൾക്ക്. അവിടെ ഞാൻ പറഞ്ഞു, 1 മണിക്കൂർ പണിതവനും 4 മണിക്കൂർ പണിതവനും 800 രൂപ കൊടുത്തത് എൻ്റെ കരുണ അല്ലെങ്കിൽ എൻ്റെ ദയ. നിന്നോട് ഞാൻ എത്രയാണോ പറഞ്ഞൊത്തത് അത് ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. ഇത് എന്നെ തൊന്തറ എന്ന് പറഞ്ഞ് അയാൾ എന്നെ പ്രാഗിക്കൊണ്ട് പുറത്തേക്ക് പോയി. ഇതാണ് യേശുക്രിസ്തു പറഞ്ഞ കഥ. ഈ കഥയിൽ നാം മനസ്സിലാക്കേണ്ടതായ കാര്യം ഇതാണ്, നമ്മളുടെ പ്രയത്നങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾക്കോ അനുസൃതമല്ല നമ്മളുടെ കൂലി എന്നുള്ളതാണ്. അതാണ് കർത്താവായ ദൈവത്തിൻ്റെ തീരുമാനം. നമ്മളുടെ പ്രവൃത്തികൾക്ക് പ്രപ്പോർഷണേറ്റ് അല്ല നമ്മളുടെ പ്രതിഫലം. പിന്നെ എന്താണ്? നമ്മളുടെ പിതാവാം ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ പ്രതിഫലം എന്നുള്ളതാണ്. പിതാവാം ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പ്രതിഫലം. അതുകൊണ്ടാണ് നാം പ്രമിയോനിൽ പറയുന്നത്, എന്തെന്നാൽ അവിടുത്തെ കരുണയിലല്ലോ ഞങ്ങൾ ആശ്രയിക്കുന്നത്, ഞങ്ങളുടെ നീതിയിലല്ല. എന്തെന്നാൽ അവിടുത്തെ കരുണയിലല്ലോ നാം ആശ്രയിക്കുന്നത്, അവിടുത്തെ ഞങ്ങളുടെ നീതിയിലല്ല. പിന്നീട് പ്രഭാതകാലത്ത് നാം ഇങ്ങനെ പാടുന്നുണ്ട്, ഭീകരമാം ഗ്രന്ഥത്തിന്നും നിന്നുടെ നീതി എൻ പിഴ പ്രഖ്യാപിക്കുമ്പോൾ നിൻ കൃപദയ ചെയ്യുക. ഭീകരമായ ഗ്രന്ഥത്തിൽ നിന്നും എൻ്റെ നീതി വിധി പ്രഖ്യാപിക്കുമ്പോൾ
ഇറ്റ് ഈസ് നോട്ട് പ്രപ്പോർഷനേറ്റ്. ഞാൻ എന്ത് ചെയ്തു, എന്ത് പ്രവർത്തിച്ചു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിട്ടല്ല എങ്ങനെയാണ് വിധിക്കേണ്ടത്, നിൻ്റെ കൃപയുടെ അടിസ്ഥാനത്തിലാണ് എന്നെ വിധിക്കേണ്ടത് എന്നുള്ളതാണ്. അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു സമയത്തും നിന്നും ദൈവത്തിങ്കിലേക്ക് തിരിയുവാനുള്ളതായ ഒരു പ്രത്യേക ഒരു ഘട്ടമാണ് ഇതിനകത്തുള്ളത്. ഇതിൽ ഏറ്റവും ആദ്യം വന്നയാൾ 8 മണിക്കൂർ പണിതതായ ആ മനുഷ്യൻ, അത് പഴയ നിയമത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. ഏറ്റവും ആദ്യം വന്ന് 8 മണിക്കൂർ പണിതയാൾ പഴയ നിയമത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. പഴയ നിയമത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ദൈവവും മോശയുമായുള്ള ഒരു ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ്. അവിടെ വ്യക്തമായ ഒരു കരാറുണ്ടായിരുന്നു. എന്തായിരുന്നു ആ കരാറ്? മിസ്രൈമിൽ അടിമകളായി കിടന്നതായി ജനതയെ മോചിപ്പിച്ചുകൊണ്ട് വാഗ്ദത്ത നാടായ കനാനിലേക്ക് കൊണ്ടുപോകാമെന്ന് ദൈവമായ യഹോവ മോശയുമായിട്ട് വിഭജിച്ചതായ രക്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏർപ്പെട്ടതായ ഒരു കരാർ. ആ കരാറിൽ നിങ്ങൾ ഇന്നത് ചെയ്താൽ ഇന്ന പ്രതിഫലമുണ്ട്. അതെന്താണ്? നിങ്ങൾ എൻ്റെ ന്യായപ്രമാണം അനുസരിക്കുകയും എൻ്റെ പ്രമാണങ്ങൾ പ്രകാരം നടക്കുകയും ചെയ്താൽ ഞാൻ നിങ്ങളെ കനാനിലെത്തിക്കും. അത് കൃത്യമായ ഒരു ഉടമ്പടിയാണ്. ആ ഉടമ്പടിക്ക് തക്ക പ്രതിഫലമുണ്ട്. ഇറ്റ് ഈസ് പ്രപ്പോർഷനേറ്റ്. അതിനകത്ത് യാതൊരു ഇളവുമില്ല. എന്നാൽ 12 മണിക്കും അതേസമയം 4 മണിക്കും വന്ന ആളുകൾ പുതിയ നിയമത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ആ പുതിയ നിയമ ഉടമ്പടിയുടെ മാധ്യസ്ഥൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൻ്റെ ചീന്തിയതായ രക്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ മക്കളായ നമ്മളോട് ദൈവം ചെയ്ത കരാർ എന്ന് പറഞ്ഞാൽ നമ്മെ സ്വർഗീയ കാനാനിലേക്ക് വഴി നടത്താമെന്നുള്ളതാണ്. അവിടെ നമ്മുടെ പ്രവൃത്തികൾക്കോ നമ്മളുടെ സംസാരത്തിനോ പ്രപ്പോർഷനേറ്റ് ആയിട്ടല്ല അവിടെ കാര്യങ്ങൾ. ഏറ്റവും അവസാനത്തെ സമയം പോലും അവങ്കിലേക്ക് വഴിതിരിഞ്ഞുകൊണ്ട് ആ സ്വർഗീയ കനാൻ നേടാനായിട്ട് നമുക്ക് സാധിക്കും. കാരണം യേശുക്രിസ്തു തൻ്റെ തിരുരക്തത്താൽ നമ്മളെ എല്ലാവരെയും വീണ്ടെടുത്തിരിക്കുകയാണ്. അങ്ങനെ അവസാന സമയം പറുദീസ കരസ്ഥമാക്കിയ ഒരാളാണ് വലതുഭാഗത്തെ കള്ളൻ. തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തിൽ അദ്ദേഹം പശ്ചാത്തപിക്കുകയും ദൈവത്തിങ്കിലേക്ക് തിരിയുകയും അങ്ങനെ പറുദീസ ലഭ്യമാക്കുകയും ചെയ്ത ആ കള്ളൻ 4 മണിക്ക് പണിക്ക് വന്ന ആ പണിക്കാരനെ സൂചിപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ വാഗ്ദാനം ഇതാണ്: നിങ്ങൾ വിശ്വസിക്കുകയും മനസ്സാന്തരപ്പെടുകയും ചെയ്താൽ നിങ്ങളുടെ പ്രവർത്തികൾക്ക് 30, 60, 100 മേനി ഇരട്ടിയായിട്ട് പ്രതിഫലം നൽകും. അതുകൊണ്ടാണ് 5 അപ്പവും 2 മീനും അവൻ്റെ മുമ്പിൽ വെച്ചപ്പോൾ അവൻ സ്വർഗത്തിലേക്ക് നോക്കി അത് ഇരട്ടിപ്പിച്ച് 5000 കൊട്ടകൾ അവൻ വേർതിരിച്ചെടുത്തത്. അതുകൊണ്ടാണ് ഒരു പാത്രം വെള്ളം കുടിക്കാൻ വന്നതായ സ്ത്രീക്ക് അദ്ദേഹം ജീവജലത്തിൻ്റെ ഒരു വലിയ ഉറവ തന്നെ ഒഴുക്കി നൽകിയത്. പിന്നീട് യേശുക്രിസ്തു ഒരു കല്ലിൻ്റെ മുകളിൽ ഇരിക്കുമ്പോൾ ഒരു വേശ്യാ സ്ത്രീയെ അവൻ്റെ മുമ്പിൽ ഹാജരാക്കുന്നുണ്ട്. പഴയ നിയമപ്രകാരം അവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ളതാണ് വ്യവസ്ഥ. എന്നാൽ യേശു തല കുമ്പിട്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. എന്താണ് യേശുക്രിസ്തു നിലത്ത് എഴുതിയത് എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ വേദഗ്രന്ഥകാരന്മാർ പറയുന്നു യേശുക്രിസ്തു എഴുതിയത് കരുണ, കരുണ, കരുണ എന്നായിരുന്നു. കാരണം ഈ സ്ത്രീ പിതാവാം ദൈവത്തിൻ്റെ കരുണയുടെ മഹാസാഗരത്തിലെ ഒരു തുള്ളിച്ചെളി പോലെ മാത്രമുള്ള ഒരു പാപമാണ് ചെയ്തിരിക്കുന്നത്. മഹാസാഗരത്തെ ഒരു തുള്ളിച്ചെളിക്ക് കലക്കുവാൻ കഴിയുകയില്ലല്ലോ. അതുകൊണ്ട് പിതാവാം ദൈവത്തിൻ്റെ കരുണയ്ക്ക് പാത്രീഭാവമായ ഈ പെൺകുട്ടിയെ ഞാൻ വിധിക്കുന്നില്ല, നീ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് അവളെ അവിടെ നിന്നും യാത്രയാക്കുകയാണ്. വള്ളത്തോൾ ഇങ്ങനെയാണ് എഴുതുന്നത്: പൊയ്ക്കൊള്ളുക പെൺകുഞ്ഞെ, ദുഃഖം വെടിഞ്ഞു നീ, ഉൾക്കൊണ്ട വിശ്വാസം കാത്തു നിന്നെ, അപ്പപ്പോൾ പാതകം ചെയ്തതിനൊക്കെയും ഈ പശ്ചാത്താപമേ പരിഹാരം. അവൾ പശ്ചാത്തപിച്ച് അവൾ തെറ്റുകളിൽ നിന്നും അകന്നപ്പോൾ ഇനിയും അവൾക്ക് ജീവിതം ബാക്കിയാണ്. എങ്ങോട്ടേക്ക്? സ്വർഗീയ കനാനിലേക്ക് പ്രവേശിക്കാൻ.
യേശുക്രിസ്തു തൻ്റെ തിരുരക്തത്താൽ ഇവളെ ഉൾപ്പെടെയുള്ളതായ സമൂഹത്തെ വീണ്ടെടുക്കുവാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറയുന്നത്, ചുങ്കക്കാരും വേശ്യാസ്ത്രീകളും നിങ്ങളെക്കാൾ മുമ്പായിട്ട് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും. മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരുമായി തീരും എന്ന് യേശുക്രിസ്തു പറയുന്നത് ഈ ദൈവത്തിൻ്റെ മഹാകാരുണ്യത്തെ വെളിപ്പെടുത്തിക്കൊണ്ടാണ്. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ ഓരോ ജീവിത ഘട്ടങ്ങളിലും തൻ്റെ കരുണയെ, ദൈവത്തിൻ്റെ കരുണയെ വെളിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹം കുരിശിലേക്ക് പ്രവേശിക്കുന്ന ആ സമയത്ത് കരഞ്ഞുകൊണ്ട് നിന്നതായ യെരുശലേം സ്ത്രീകളോട് ഇപ്രകാരം പറയുന്നു, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയേണ്ട, നിങ്ങളുടെ മക്കളെ പ്രതി കരയുവിൻ. പിന്നീട് കുരിശിൽ ഏറി നിൽക്കുമ്പോൾ തൻ്റെ മാതാവിനെ കണ്ടു. ആ മാതാവിനെ യോഹന്നാൻ സ്നാപകനെ കൈയേൽപ്പിച്ചു. കുറ്റമേറ്റു പറഞ്ഞതായ വലതുഭാഗത്തെ കള്ളനെ പർദീസയിലേക്ക് വഴി നടത്തി. അങ്ങനെ എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞ് യേശു തലചായ്ച്ചുകൊണ്ട് മടങ്ങുമ്പോൾ, നാം നമ്മുടെ സുവിശേഷം വായിച്ച് മടക്കുമ്പോൾ സംശയം ബാക്കിയാവുകയാണ്. യേശു എല്ലാം പൂർത്തിയായി എന്ന് പറയുമ്പോഴും ഒരാളെ മാത്രം എന്തുകൊണ്ടാണ് വിട്ടുപോയത്, ഒരാളെ മാത്രം എന്താണ് തിരസ്കരിച്ചത് എന്നുള്ളതായ ഒരു വ്യഥ നമ്മുടെ മനസ്സിൽ വരികയാണ്. അത് വേറെ ആരുമല്ല, അത് കുറേനക്കാരനായ ശീമോനാണ്. കുറേനക്കാരനായ ശീമോൻ ആ വയലിൽ നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് ഒരു ആരവം കേട്ടത്. അദ്ദേഹം വെറുതെ അവിടേക്ക് വന്നപ്പോൾ റോമൻ പട്ടാളക്കാർ അദ്ദേഹത്തെ നിർബന്ധിച്ച് യേശുക്രിസ്തുവിൻ്റെ കുരിശ് ചുമപ്പിച്ചു. അദ്ദേഹം ആ കുരിശിൻ്റെ ഏറ്റവും അറ്റത്ത് പഠിച്ചപ്പോൾ യേശു പറഞ്ഞു, ഇത് എനിക്കുള്ള കുരിശാണ്, നീ പതിയെ ഒന്ന് താങ്ങിയാൽ മതി. ആ മനുഷ്യൻ ആ കുരിശിൻ്റെ അഗ്രം താങ്ങി. പിന്നീട് ഓരോ തവണ യേശുക്രിസ്തു കല്ലിൽ തട്ടി വീഴുമ്പോഴും വീണിടത്തുനിന്ന് എണീക്കുമ്പോഴുമെല്ലാം ഈ കുരിശിൻ്റെ ബാക്കിൽ അതർ സൈഡിൽ പിടിച്ചിരിക്കുന്നതായ ഈ നീഗ്രോയായ മനുഷ്യനെ കാണുന്നുണ്ട്. അവസാനം അവൻ്റെ ആ രക്ഷാകരമായ ദൗത്യം പൂർത്തിയാക്കി കുരിശിൽ ഏറുന്ന സമയത്തും അവിടെ മാറാതെ നിൽക്കുന്നതായ ഈ ശീമോനെ കാണുന്നുണ്ട്. എല്ലാവർക്കും തൻ്റെ രക്ഷയുടെ സുവിശേഷം നൽകുമ്പോൾ ഇയാളെ മാത്രം എന്തുകൊണ്ട് യേശുക്രിസ്തു വിട്ടുപോയി എന്നുള്ളതായ ഒരു തോന്നൽ നമ്മുടെ മനസ്സിനെ മതിക്കും. ആ മനുഷ്യൻ പട്ടാളക്കാർ അടിച്ചിട്ടും പോയില്ല. യേശുക്രിസ്തുവിൻ്റെ കൈകളിൽ ആണികൾ പതിക്കുന്നത് അദ്ദേഹം നോക്കി നിന്നു. അവൻ്റെ മുട്ടുകാലുകൾ തല്ലി ഒടിക്കുന്നത് അവൻ നോക്കി നിന്നു. ആ ഭൂമിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അദ്ദേഹത്തെ വിസ്മയിപ്പിച്ചു. ഇയാൾ ആരാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. പകൽ സൂര്യ അസ്തമനമുണ്ടായി, ഭൂകമ്പമുണ്ടായി. അവസാനം അവനെല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് ആത്മാവിനെ വിടുമ്പോൾ പോലും നമ്മുടെ ശതാധിപൻ പറയുകയാണ്, ഇവൻ തീർച്ചയായും ദൈവത്തിൻ്റെ പുത്രൻ അത്രേ എന്ന് പറഞ്ഞ് രക്ഷാകരമായ ദൗത്യം പൂർത്തിയാക്കി മടങ്ങുമ്പോൾ ഇയാൾ അനാഥനായി വെറും കൈയോടെ ആ കാൽവറിയിൽ നിന്നും പിന്നോട്ടേക്ക് പോവുകയാണ്. എന്തുകൊണ്ടാണ് യേശുക്രിസ്തു അദ്ദേഹത്തെ മാത്രം വിട്ടത്? തന്നെ സ്നേഹിച്ച, തൻ്റെ കൂടെ നടന്ന, ഒരു പാത്രം വെള്ളം പോലും വാങ്ങിക്കുടിച്ച എല്ലാവർക്കും 30, 60, 100 ഇരട്ടിയായി തൻ്റെ അനുഗ്രഹത്തെ പ്രദാനം ചെയ്യുമ്പോഴും തൻ്റെ രക്ഷാകരമായ ഈ ദൗത്യത്തിൻ്റെ ഒരു വലിയ ഒരു പടി നിർവഹിച്ചതായ, സഹായം നിർവഹിച്ചതായ ഈ കുറേനക്കാരനായ ശീമോൻ എന്ത് പറ്റി? സുവിശേഷങ്ങൾ ആരും ഒന്നും മിണ്ടുന്നില്ല. മത്തായി എഴുതിയ സുവിശേഷം പറയുന്നു കുറേനക്കാരനായ ശീമോൻ. ലൂക്കോസ് പറയുന്നു വയലിൽ നിന്നും കയറി വന്ന കുറേനക്കാരനായ ശീമോൻ. യോഹന്നാനാകട്ടെ ഒരക്ഷരം മിണ്ടുന്നില്ല. കുറച്ചെങ്കിലും പറയുന്നത് മർക്കോസാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 15-ാം അധ്യായം 21-ാം വാക്യം. മർക്കോസ് എഴുതിയ സുവിശേഷം വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കണം. 15-ാം അധ്യായം 21-ാം വാക്യം. അവിടെ ഒരു ചെറിയ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അതിങ്ങനെയാണ്: അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും പിതാവായ ശീമോനെ. ഒന്നുകൂടെ പറയാം, അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും പിതാവായ ശിമയോനെ കുരിശു ചുമക്കുവാൻ അവർ ആഹ്വാനം ചെയ്തു. അപ്പോൾ ഈ കുറേനക്കാരനായി ശീമോന് 2 മക്കളാണ്. ഒന്ന് അലക്സാണ്ടറും മറ്റേത് റൂഫസും. ഇത്രയും മാത്രമേ ഈ ശീമോനെ കുറിച്ച് പറയുന്നുള്ളൂ. പിന്നീട് നമ്മൾ സുവിശേഷങ്ങൾ കഴിഞ്ഞു. പിന്നീട് നടപ്പുകളുടെ പുസ്തകം വായിച്ചു. പിന്നീട് റോമാക്കാരൻ്റെ പുസ്തകത്തിൽ വരുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു വാചകം കാണാം. റോമാക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം 12-ാം വാക്യം.
13-ാം വാക്യം, റോമക്കാർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം 13-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: റൂഫസിനും അവൻ്റെ അമ്മയ്ക്കും വന്ദനം പറയുവിൻ. റൂഫസിനും അവൻ്റെ അമ്മയ്ക്കും വന്ദനം പറയുവിൻ. പൗലോസ് റോമയിലെ അഭിഷിക്ത ജനത്തെ സംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്, റൂഫസിനും അവൻ്റെ അമ്മയ്ക്കും വന്ദനം പറയുവിൻ. നോക്കുക, ഒരു കുരിശിൻ്റെ അഗ്രം പിടിച്ചവനെ, അവനെ മാത്രമല്ല അവൻ്റെ ഫാമിലിയെ, അവൻ്റെ കുടുംബാംഗങ്ങളെ എല്ലാം സ്വർഗീയ പദ്ധതിയിലേക്ക് ഉയർത്തുന്നതായ ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയാണ് നാം അവിടെ കാണുന്നത്. ശിമോനെ മാത്രമല്ല, അവൻ്റെ മകനായ റൂഫസ്, അവൻ്റെ അമ്മ, അവരെല്ലാം ഈ സ്വർഗീയ പദ്ധതിയുടെ ഭാഗമായി തീരുകയും റോമിലെ ഒരു വലിയ അഭിഷിക്ത ജനമായിട്ട് അവർ മാറുകയും, അങ്ങനെ അവർ നമ്മുടെ സഭയുടെ അവർ ചെയ്ത പ്രവർത്തികളെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് പൗലോസ് എഴുതുകയാണ്, റൂഫസിനും അവൻ്റെ അമ്മയ്ക്കും വന്ദനം പറയുവിനെന്ന്. യേശുക്രിസ്തു തൻ്റെ കാൽവറിയിലേക്ക് കുരിശുമായിട്ട് നടന്ന് നീങ്ങുകയാണ്. ആ കുരിശിൻ്റെ അഗ്രം പിടിക്കുവാനായിട്ട് നമ്മോട് ആവശ്യപ്പെടുകയാണ്. ആ അഗ്രം വെറുതെ ഒന്ന് താങ്ങിയാൽ മതി, കാരണം അത് യേശുക്രിസ്തുവിനുള്ള കുരിശാണ്. ആ കുരിശിൻ്റെ അഗ്രം താങ്ങുമ്പോൾ നമ്മൾക്കും ലഭ്യമാകുന്നത് നമുക്ക് മാത്രമുള്ള അനുഗ്രഹം മാത്രമല്ല, നമ്മുടെ കുടുംബത്തിനും കൂടെ ഉള്ളതായ ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു രക്ഷാപദ്ധതിയാണ് ഇന്ന് ഇവിടെ വിളംബരം ചെയ്യുന്നത്. ഇതിൽ നിങ്ങളുടെ പങ്ക് എത്ര തന്നെ ചെറുതായിക്കൊള്ളട്ടെ, അതിൻ്റെ അടിസ്ഥാനത്തിലല്ല നിങ്ങളുടെ അനുഗ്രഹം ഒഴുകുന്നത്. പിന്നെയോ മഹത്തായ നമ്മുടെ പിതാവിൻ്റെ ആ കരുണാസാഗരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്കുള്ളതായ അനുഗ്രഹവും ഈ രക്ഷാപദ്ധതിയുടെ പ്രതിഫലവും എന്ന് മനസ്സിലാക്കണമെന്ന ഒരു ചെറിയ ഓർമ്മപ്പെടുത്തലോടുകൂടി ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. നമ്മുടെ സാറ് വളരെ വ്യത്യസ്തമായ ഒരു ചിന്ത നമുക്ക് ഏവർക്കും ഓർമ്മിക്കാവുന്ന രീതിയിൽ നൽകുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക തിരക്കിനിടയിലും സമയം കണ്ടെത്തി ഈ ദുഃഖവെള്ളിയാഴ്ചയുടെ മനോഹരമായ യാമപ്രാർത്ഥനകളിടയിൽ ചിന്തിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ഒരുങ്ങുവാൻ ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അദ്ദേഹത്തിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ.